ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് ആ, ഞാനും മോനും കൂടെ അമ്പലത്തിലോട്ട് പോവുകയാണ് രാവിലെ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചെന്നാൽ ഇന്ന് ചേട്ടായിയുടെ ജന്മദിനമാണ്. അപ്പോൾ ചേട്ടായി ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് കുറച്ച് വഴിപാടൊക്കെ രസീതെടുപ്പിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും മോനും കൂടെ ദേ അമ്പലത്തിലോട്ട് പോവുകയാണേ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. അപ്പോൾ നമ്മളിത് അമ്പലത്തിൽ വന്നിട്ടുണ്ട്. കണിച്ചുകുളങ്ങര അമ്പലം, നമ്മുടെ സ്വന്തം അമ്പലം. കണിച്ചുകുളങ്ങര അമ്പലം ഞങ്ങളുടെ സ്വന്തം അമ്പലമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഈ അമ്പലം ഇല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. അമ്പലത്തിൽ വന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം ദേവിയോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല മനസ്സിന് നല്ല സമാധാനമാണ് കേട്ടോ. അപ്പോൾ മിക്ക ദിവസങ്ങളിൽ ഞങ്ങൾ അമ്പലത്തിൽ വരാറുണ്ട്. അങ്ങനെ രസീതൊക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അമൃതയത്ത് പാൽപ്പായസം ഒക്കെ ഉണ്ട്. അപ്പോൾ അമൃതയത്തിന് നമ്മൾ പേപ്പർ മതി പൊതിഞ്ഞൊക്കെ വാങ്ങിക്കാനായിട്ട്. പാൽപ്പായസത്തിന് ടിന്ന് വേണമായിരുന്നേ. അപ്പോൾ ഞാൻ ഒരു ടിന്ന് അവിടുന്ന് അമ്പലത്തിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് പൈപ്പിൽ കൊണ്ടുപോയി കഴുകിയിട്ടൊക്കെ വന്നിട്ട് അതേ തിടപ്പള്ളി വന്നു. എന്നിട്ട് പായസം വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണേ. അപ്പോൾ അതേ കളത്തിട്ട് ഒത്തിരി ആൾക്കാരിരിക്കുന്ന കണ്ട. അപ്പോൾ ഞങ്ങളും അങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ സമയമില്ല, വീട്ടിൽ ചെന്നിട്ട് കറിയൊക്കെ വെക്കേണ്ടതുകൊണ്ട് നമ്മൾ പോകുന്നു കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ പരിസര പ്രദേശങ്ങളാണ് ഇതൊക്കെ. അമ്പലത്തിൻ്റെ തെക്കു ഭാഗവും പടിഞ്ഞാറ ഭാഗവും ഒക്കെയാണ്. തെക്കു ഭാഗത്ത് നല്ല ഗ്രൗണ്ടാണ്. ഉത്സവത്തിനൊക്കെ കച്ചവടക്കാരും കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ സ്ഥാപിക്കുന്നത്. പിന്നെ ഗേൾസും ബോയ്സും ഒക്കെ പഠിക്കുന്ന സ്കൂള്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു. അപ്പോൾ അതേ പായസമൊക്കെ ഒന്ന് എല്ലാവർക്കും കൊടുക്കാൻ പോയണേ. അപ്പോൾ ഞാൻ കപ്പും സ്പൂണും ഒക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ചേട്ടായിനെ വിളിച്ചിട്ട് ആശംസകളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും ഒരിക്കൽ കൂടി ചേട്ടായി ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ അതേ അമൃതയത്ത് പാൽപ്പായസം. അപ്പോൾ ചേട്ടായിയും കൂടെ വന്നിട്ട് ഇനി പായസം ഇവിടെ വയ്ക്കുന്നുള്ളൂ. ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇന്നിപ്പോൾ പായസമൊന്നും വെച്ചില്ല കേട്ടോ. പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതേ പായസം ഞാൻ മോന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പിന്നെ ഉള്ളത് അമൃതയത്താണ്. പിന്നെ പുഷ്പാഞ്ജലിക്ക് നമുക്ക് പ്രസാദമൊന്നും ഇല്ല. അതിൽ നമുക്ക് ചന്ദനവും പൂവും മാത്രമേ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ പുണ്യാഹം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീടിനകത്തും പുറത്തും ഒക്കെ ഒന്ന് തളിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ്. അപ്പോൾ അതെല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് കൊടുക്കുകയാണേ. ദേവിയുടെ ഇഷ്ട വഴിപാടാണ് കേട്ടോ അമൃതയത്ത് അറുനാഴി എന്നൊക്കെ പറയുന്ന കണിച്ചുകുളങ്ങര അമ്മയുടെ പ്രധാന വഴിപാടാണ്. അപ്പോൾ നമ്മളെല്ലാവരും പായസമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മളിങ്ങോട്ട് പോരുന്ന വഴി തന്നെ കുറച്ച് പച്ചക്കറിയും ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രണ്ടാമത് പിന്നൊന്ന് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ കടയിൽ കയറിയിട്ട് ചക്കര വേണമായിരുന്നു. പിന്നെ പച്ചക്കറി, വെള്ളരിക്ക, തക്കാളി, മാങ്ങ, അങ്ങനെ ചെറുനാരങ്ങ, ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ പിന്നെ ഡ്രസ്സൊന്നും മാറുന്നതിന് മുന്നേ തന്നെ കഴുകി വെച്ച കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിക്കാൻ വേണ്ടിയിട്ട് ടെറസിൽ വന്നതാണ്. അപ്പോൾ നല്ല വെയിൽ കാണുന്നുണ്ടേ. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടേച്ചും കറിയുടെ പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിക്കുകയാണ്. ഇടയ്ക്ക് മഴ വരുമ്പോൾ വന്ന് എടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോഴേ വിരിച്ചിട്ടാലേ കുറച്ചെങ്കിലും ഉണങ്ങി കിട്ടുകയുള്ളൂ. വടക്കു ഭാഗത്ത് നല്ല മഴക്കാർ കാണുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ചിലപ്പോൾ അത് കാറ്റടിച്ച് പോകാനും സാധ്യതയുണ്ട്. അപ്പം ഞാൻ ആ ഡബിളും എല്ലാം കഴുകിയിട്ടതൊന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണ്. അല്ലെങ്കിൽ കാറ്റത്ത് പറന്ന് അപ്പുറത്തെ വീട്ടുകാരുടെ സിറ്റൗട്ടിൽ പോയി വീഴും കേട്ടോ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ കറി വയ്ക്കാൻ പച്ചക്കറിയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മോൻ തിരിച്ച് ഒന്നുകൂടെ പോയി കേട്ടോ. പോയി മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. മീനും കക്കാർച്ചിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കക്കാർച്ചി ചെറിയ കക്കാർച്ചിയായിരുന്നു. പിന്നെ മീൻ മത്തിയൊന്നും കിട്ടിയില്ല. മത്തി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴി മത്തി കണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് തീർന്നു. വിലയാണെന്ന് പറഞ്ഞാലും മത്തി പെട്ടെന്ന് ചിലവാകും കേട്ടോ. അപ്പോൾ ഇത് കണ്ണി എന്ന് പറയുന്ന ഒരു മീനായിരുന്നേ. അപ്പോൾ അത് കറി വയ്ക്കാനൊന്നും അത്ര സുഖമില്ല. അതുകൊണ്ട് ഞാനത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുളകിലൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കക്കയിറച്ചി നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ അത് കക്കയിറച്ചി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ മസാല പുരട്ടി വെച്ച മീനുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് വയ്ക്കുകയാണേ.
അപ്പോൾ ചാറ് കറിയായിട്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും വെച്ചില്ല. മോര് കാച്ചിയത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് ഇന്നത്തെ ഊണിനുള്ള കറികൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ മഴയായിരുന്നു. അപ്പോൾ മുകളിലിട്ടിരുന്ന കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നേ. നല്ല വെയിലുണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം ഉണക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ ഈ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരുമോ കൂട്ടുകാരെ? അപ്പോൾ നമുക്ക് നാളെ ഒരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ. താങ്ക് യു സോ മച്ച്.